സുഹൃത്തുക്കളെ, വളരെ ചെറുപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായിട്ട് വന്നിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ മുമ്പ്, കാരണം എനിക്കിപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തിൽ അവ്യക്തത ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ വളരെ കുഞ്ഞ പ്രായത്തിൽ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചതാണ്. പക്ഷേ ഇന്നത്തെ ഒരു വാർത്ത എന്നെ വല്ലാതെ നോവിച്ചു പറഞ്ഞു. വയനാട് ദുരിതബാധിതർക്കെന്ന പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടി 3 CPM നേതാക്കൾക്കെതിരെ കേസ്. കായംകുളത്താണ്. വയനാട് ഉരുൾപൊട്ടൽ ബാധിക്കാരെ സഹായിക്കാനായി ബിരിയാണി ചലഞ്ച് നടത്തിയ പണം CPM നേതാക്കൾ തട്ടിയെടുത്തതായി പരാതി. പുതുപ്പള്ളി ലോക്കൽ മുൻ അംഗം സിബി ശിവരാജൻ, തട്ടേക്കോട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, DYFI മേഖലാ പ്രസിഡന്റ് അമൽരാജ് എന്നിവർക്കെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തത്. തണൽ ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ സെപ്റ്റംബർ 1 അവർ ഈ പരിപാടി നടത്തിയത്. 1,20,20,000 രൂപ തട്ടിയെടുത്തു. നമ്മളൊക്കെ കയ്യിൽ നിന്ന് നമ്മൾക്ക് 5 പൈസ വരുമാനമില്ലാത്തിരുന്ന കാലത്ത് പോലും ഒരു രൂപ എവിടെന്നെങ്കിലും കിട്ടുമ്പം അതിൽ നിന്നൊരു 5 രൂപ 5 പൈസ മാറ്റി വെച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയ ആൾക്കാരാണ്. സങ്കടം ഉണ്ടാവും അതൊക്കെ കേൾക്കുമ്പോൾ. ഞാൻ DYFIയിൽ വരുന്നത്, SFIയിൽ വരുന്നത് ചരിത്രമൊക്കെ എപ്പോഴേ പറയാം. DYFIയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ SFIയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മഞ്ചേരി, കാരണം ഞാൻ മഞ്ചേരി എത്തിങ്ങാന സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും അവസരം ഉണ്ടായിരുന്നില്ല. സംഘടനാ രാഷ്ട്രീയങ്ങളൊന്നും അനുവദിക്കാത്ത ഒരു സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ചേരി NS കോളേജിൽ PDCക്ക് പ്രവേശനം കിട്ടുന്നു. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ ആദ്യത്തെ നമ്മുടെ നിലപാട് ഒന്ന് റാഗിങ്ങിനെതിരെ ഉള്ള പോരാട്ടം, 2 SFI ആകുക. കാരണം എന്ന് വെച്ചാൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരനായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുക എന്നുള്ളത് ഒരു അഭിമാനമായിട്ട് ചിന്തിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആലോചിക്കുമ്പം ഇപ്പോഴത്തെ CPMൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതൊരു ദുരഭിമാനമായിട്ട് തോന്നാറുമുണ്ട്. അങ്ങനെ മഞ്ചേരി NS കോളേജ് ചെല്ലുന്നു. മഞ്ചേരി NS കോളേജ് ചെന്നപ്പോൾ SFIയിലേക്ക് ഞാൻ സ്വയമാണ് പ്രവേശിക്കുന്നത്. എന്നെ ആരും കൊണ്ടേതല്ല. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഞാൻ ചെന്നതിന് ശേഷം ആ ക്യാമ്പസിലുണ്ടാവുന്നത് DYFIക്കകത്തും ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടാവുന്നത്. അതിലേക്കാണ് വരുന്നത്. ഞാൻ SFIയുടെ യോഗം നടക്കുമ്പം ഞാൻ ചെന്നിട്ട്, പ്രദീപ് എന്ന് പറയും, ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്, ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഓഫീസറാണ്. അവൻ്റെ ഭാര്യ ബിന്ദു എൻ്റെ സുഹൃത്താണ്. ബിന്ദു എൻ്റെ കൂടെ UEC ആയിരുന്നതാണ്. പ്രദീപ് എൻ്റെ സൂപ്പർ സീനിയറാണ്. ബിന്ദു എൻ്റെ സൂപ്പർ സീനിയറായിരുന്നു. ഞാൻ ചെയർമാനാവുന്ന യൂണിയനകത്ത് ബിന്ദു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഈ അന്ന് പ്രതിവട്ടം വിളിക്കും, ഇപ്പോൾ പ്രതിവ എന്നാണ് വിളിക്കാറ് കേട്ടോ. ചേട്ടാ, എനിക്കിതിനകത്ത് പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് പങ്കെടുത്തതാണ്. കാരണം എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുക്കണം. 15 വയസ്സിലാണെന്ന് ആലോചിക്കണം നിങ്ങൾ. ഞാൻ പറഞ്ഞിട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് DYFIയിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ SFIയിൽ പിന്നീട് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് PDC ആകുമ്പോൾ തന്നെ എന്നെ ഇവർ ഏരിയ കമ്മിറ്റിയിലേക്ക് ജോയിന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ തിരഞ്ഞെടുത്തു. പക്ഷെ പിന്നെ ചവിട്ടി വേറെ കാര്യം, അതിലേക്ക് പിന്നീട് വരാം. അതിനകത്ത് മുൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറി KS താലിക്കുട്ടി, ഒരു പക്ഷേ MM മാണിക്കും മാമക്കുട്ടിക്കും ഒപ്പം ഏറ്റവും ദീർഘകാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാളെന്ന് പറയാവുന്ന KS താലിക്കുട്ടിയുടെ കളി നന്നായിട്ടുണ്ടായിരുന്നു. TKM സ്ഥിരം കളി ഉണ്ടായിരുന്നു എന്നെ ചവിട്ടിയതിനകത്ത്. അവരെന്നെ വ്യക്തിപരമായിട്ട് നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട്. പിന്നീട് ദ്രോഹിച്ചത് A വിജയരാഘവനാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതൊക്കെ പിന്നീട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഞാൻ DYFIയിലേക്ക് വരുന്നത്, SFIയിൽ ഞാനിങ്ങനെ നിൽക്കുക, കത്തി നിൽക്കുന്ന സമയം, ഒരു വിവാദ താരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം, അതിൽ അന്ന് DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള IT നജീബ്, CPMൻ്റെ മുൻ DC മെമ്പറായിരുന്നു, ഇപ്പോഴും അഭിഭാഷകനായിട്ട് നിൽക്കുകയാണ്, അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതേപോലെ തന്നെ CPMൻ്റെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള, മഞ്ചേരി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള വല്ലാഞ്ചിറ അജിത് കുമാർ ഐത്തേട്ടൻ. അപ്പം നജീബാക്കി ഐത്തേട്ടൻ, നജീബാക്ക DYFIയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല, സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയായിരുന്നു. നജീബാക്കി ഐത്തേട്ടനും കൂടി എന്നോട് ഞാൻ പറഞ്ഞു, നീ DYFIയിൽ സജീവമാവണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലെ പാർട്ടിക്കാരെ അറിയില്ല. കാരണം എൻ്റെ നാട്ടിൽ പാർട്ടി ഇല്ല. അതാണ് രസം. എൻ്റെ നാട്ടിലെന്ന് പറയുന്ന സ്ഥലത്ത്, ഈ കുമ്മംകുളം കോഴിത്തളം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പാർട്ടിയില്ല. ഒരു പാർട്ടി മെമ്പർമാർ പോലും ഇല്ല. ഉള്ള ഒരാൾ ഈ കുമ്മംകുളത്തിനടുത്ത് കരുവാടം മൊയ്തിയാക്കിയാണ് അത് പിന്നീട് അറിയണത്. അവിടെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സഖാവ്
മാനക്കൂട്ടൻ, അതേപോലെ തന്നെ ഇളങ്കൂർന്ന് മരിച്ചുപോയ സഖാവിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഈ 2 പേരെ അറിയുള്ളൂ. ലോക്കൽ സെക്രട്ടറി ആരാ? ബ്രാഞ്ച് സെക്രട്ടറി ഇല്ല, ബ്രാഞ്ചില്ലല്ലോ, ബ്രാഞ്ചില്ലാതെ പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഇല്ലല്ലോ, DYFIക്ക് യൂണിറ്റ് കമ്മിറ്റി ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ VM ഷൗക്കത്ത് എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കേട്ടോ. ഷൗക്കത്താക്കിയാണ് അവിടുത്തെ പിന്നെ ലോക്കൽ സെക്രട്ടറി. നീ ഷൗക്കത്താക്കി പോയിട്ടും കാണും, നീ DYFിൽ സജീവമാവണമെന്ന് കാണും. അങ്ങനെ ഈ മല്ലാഞ്ചിറ അജിത് കുമാർ എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു മഞ്ചേരി. അതേപോലെ തന്നെ THG ഞാൻ പറഞ്ഞല്ലോ, DYFിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു. മല്ലാഞ്ചിറ അജിത് കുമാർ DYFിയുടെ ജില്ലാ ട്രഷററായിട്ടാണ് പിരിഞ്ഞത്. പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അടുത്ത് ഞാൻ പിന്നെ അവിടെ പാർട്ടി ലോക്കൽ സെക്രട്ടറി മരിച്ചപ്പോൾ പോയപ്പോൾ കാണുകയും എന്നോട് ചില ഉപദേശങ്ങൾ തരികയും ചെയ്തു. കാരണം നീ ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച ആകെ അപൂർവ സഖാക്കളുള്ള ഒരാളാണ് മൂപ്പര്. കാരണം പിന്നെ എന്നെങ്ങനെ ചേർത്ത് വിളിച്ചിട്ടാണ് കൊണ്ടിട്ട് പറഞ്ഞ് എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുള്ളൂ, നീ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഇങ്ങനെ പറയല്ലേ രാജ, ഇത് ഒന്നല്ലെങ്കിൽ ഇത് നമ്മുടെ പാർട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമല്ല ഈ പ്രായമായ ആൾക്കാരെക്കുറിച്ച് അവരുടെ പഴയ കഥകൾ പറയരുത് എന്ന് പറഞ്ഞു. കാരണം ചില മഞ്ചേരിയിലുള്ള ചില സഖാക്കളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറയരുത്, അങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കരുത്, അവർ ജീവിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സ്നേഹപൂർവ്വം സംസാരിച്ച ആളാണ്. ഞാൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവായിരുന്ന അഡ്വക്കേറ്റ് പിന്നെ ഓർമ്മ വരുന്നുണ്ട്, ജവഹറിൻ്റെ ജ്യേഷ്ഠൻ ഫിറോസ്ഖൻ്റെ ഒപ്പമാണ് ഞാൻ അങ്ങോട്ട് പോണത്. പുള്ളിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ആ നാടുമായിട്ടൊക്കെയുള്ള ബന്ധം അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ DYFിലേക്ക് വരുന്നത് 1996 ഇങ്ങനെ ഷൗക്കത്താക്കിൻ്റെ വീട്ടിൽ പോകണം. ഷൗക്കത്താക്കിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വയസ്സ് ഞാൻ പറഞ്ഞില്ല, 18 വയസ്സ് തികഞ്ഞിട്ടില്ല. 18 വയസ്സ് അല്ല, it was in 96. ഷൗക്കത്താക്കൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുന്നു. ഷൗക്കത്താക്ക അപ്പം എനിക്കൊരു ലെറ്റർ തരിക, പിന്നെ വില്ലേജ് സെക്രട്ടറിക്ക്, മേഖലാ സെക്രട്ടറിക്ക് കത്ത് തരുന്നു. ഈ വരുന്ന സഖാവിനെ സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഈ കോപ്പര സംഘടനാ പ്രവർത്തനത്തിനകത്ത് ഈ കത്തൊന്നും വേണ്ടെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു പട്ടിനെ കിട്ടാൻ ആളില്ലാത്തൊരു കാലത്താണ് നിൽക്കുന്നത്. ഞാൻ അങ്ങനെ അന്ന് ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന, പാർട്ടിയിൽ LC മെമ്പറായിരുന്ന രവിയേട്ടൻ ഇപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. രവിയേട്ടൻ്റെ മോളുമായിട്ടും മരുമോനായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്. അങ്ങനെ രവിയേട്ടനെടുത്ത് പോണു. അന്ന് ഗിരിവാസനാണ്, കരിക്കാട് ഗിരിവാസനാണ്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് യൂണിറ്റുള്ളത് DYFിക്ക്. പാർട്ടിക്ക് ബ്രാഞ്ചുള്ളത് അവിടെയാണ്. എൻ്റെ നാട്ടിൽ ബ്രാഞ്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് DYFി ഉണ്ടാക്കുന്നത് ഞാൻ വന്നിട്ടാണ്. ഞാനാണ് ആദ്യത്തെ DYFിയുടെ പിന്നെ യൂണിറ്റ് സെക്രട്ടറി, ഞാനാണ് ആദ്യത്തെ പാർട്ടിയുടെ ഗ്രൂപ്പ് കമ്മിറ്റി ചെയർമാൻ. എൻ്റെ നാട്ടിൽ പാർട്ടി ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗിന് പിന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പാർട്ടി ഉണ്ടാക്കുന്നത് ഞാനാ. ഇവന്മാരൊന്നും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അത് മനസ്സിലാക്കും നിങ്ങൾ. അത് പല രീതിയിലുള്ള നമുക്കെന്ന് വെച്ചാൽ ഈ വേറെ കുതന്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യൻ, എന്ത് ഹിന്ദു, എന്ത് നമ്മുടെ മനസ്സിൽ കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കാലത്ത് കൊണ്ടുവന്നാ അതൊന്നും ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അതും ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിലാണ്. അങ്ങനെ 96 ഞാൻ ഷൗക്കത്താക്കയെ കാണുന്നു. ഷൗക്കത്താക്ക ഈ പിന്നെ രവിയേട്ടന് കത്ത് തരുന്നു. ഞാൻ രവിയേട്ടൻ്റെ അടുത്ത് പോകുന്നു. ഗിരിവാസൻ അന്ന് പിന്നെ ബൂത്ത് പ്രസിഡന്റ്, യൂണിറ്റ് പ്രസിഡന്റാണ്. പീതാംബരേട്ടനാണ് അന്ന് പീതാംബരേട്ടൻ യൂണിറ്റ് പ്രസിഡന്റും ഗിരിവാസൻ യൂണിറ്റ് സെക്രട്ടറിയാണ്. അതിനവിടെ ചെന്നു, ഈ കത്ത് കാണിച്ചു. ഇവരെ എന്നെ കൂട്ടിക്കാരെന്ന് വെച്ചാൽ ഇവരെ കൂടെ ആളില്ലാന്നേ. അന്നും ഇതാ അവസ്ഥ. എനിക്കറിയില്ലല്ലോ. എനിക്കെന്ന് വെച്ചാൽ വിപ്ലവം തലക്കി പിടിച്ചിരിക്കുകയല്ലേ. അതിൽ ഇവരെ കൂടെ പോയിട്ട് ഈ മെമ്പർമാരെ ശേഖരിക്കാനുള്ള എല്ലാ ശ്രമത്തിലും പങ്കെടുത്തു. അങ്ങനെ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിയിൽ ഞാൻ വരുന്നു. പിന്നീട് എൻ്റെ നാട്ടിൽ ഞാൻ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. അവരെ യൂണിറ്റ് കമ്മിറ്റിയിൽ ഞാൻ കരിക്കാട് യൂണിറ്റ് കമ്മിറ്റിയിൽ, കരിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രബലമായ CPMൻ്റെ ഒരു ഗ്രൂപ്പ് കമ്മിറ്റിയാണ്.
നിങ്ങൾ കരിക്കാട് ദിവസം കരിക്കാട് പിന്നെ കലാസമിതി ഉള്ള സ്റ്റേറ്റ് നാടകത്തിലൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള കലാസമിതി ഉള്ള നാടാണ്. ഭയങ്കര മഹത്തായ പൈതൃകമുള്ള നാടാണ്. എനിക്ക് കരിക്കാട് കിടന്ന് മരിക്കണമെന്ന് ഇടക്കാലത്ത് ചെന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല, കാരണം ആ നാടൊക്കെ നശിച്ചുപോയി. അതിൽ ഈ കരിക്കാട്ടിൽ നിന്ന് ഞാൻ യൂണിറ്റ് കമ്മിറ്റി അംഗമായി, എന്നെ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആക്കി. അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കി. ഞാൻ ആദ്യം സെക്രട്ടറി ആയിട്ട് വരുന്നു, പ്രസിഡൻ്റായിട്ട് നജീബ് വരുന്നു. അത് കുറച്ച് കാലം കഴിയുമ്പോൾ നജീബിന് കട തുടങ്ങിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഹുസൈൻ ഉണ്ടെന്ന്, പിന്നെ സുലൈമാനുണ്ട്, അങ്ങനെ സാജനുണ്ട്, സതീഷുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, ബിനോയ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ മാറി, പിന്നെ എനിക്ക് നജീബിന് മാറുന്ന സമയത്ത് അതിന് പകരം സുനിലിനെ പ്രസിഡൻ്റായിട്ട് കൊണ്ട് ഇല്ല DYFയിൽ അങ്ങനെ മാറ്റമുണ്ടായിട്ടില്ല. നജീബും ഞാനും തമ്മിൽ തന്നെ. ഇതിനിടയിൽ ഞാൻ മേഖലാ സമ്മേളനത്തിൽ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു 2097 95 ഞാൻ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. 96 ഞാൻ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ സമയത്ത് ആ കമ്മിറ്റി മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ട് പാർട്ടി അഡ്വോക്ക് കമ്മിറ്റിയെ തീരുമാനിച്ചപ്പം സഖാവ് ബാപ്പുട്ടി, ഇപ്പോൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, പിന്നെ തൃക്കലങ്ങോട് ബാപ്പുട്ടി കൺവീനറും ഞാൻ ലോക്കൽ വൈസ് കൺവീനറുമായിട്ടുള്ള കമ്മിറ്റി വരികയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സമ്മേളനത്തിൽ 96 സമ്മേളനത്തിൽ എനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. 18 വയസ്സ് തികയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, അതിനു മുമ്പുള്ള ചരിത്രം എനിക്കറിയില്ല, അന്ന് വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ DYFI മേഖലാ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുക്കുക. ഞാൻ ഭംഗിയായിട്ട് ആ പണി കൊണ്ടുവരണം. അവിടെ DYFI ഉണ്ടാക്കിയതിനകത്ത് ഏറ്റവും വലിയ പങ്കുവഹിച്ച ആൾ ഞാനാണ് എന്നുള്ളത് ഇന്നും എന്നെ തള്ളിപ്പറയുന്ന സഖാക്കൾ ഉൾപ്പെടെ വിശ്വസിക്കും എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇപ്പോഴും എന്നെ വിമർശിക്കുന്ന സഖാക്കൾ ഉൾപ്പെടെ എന്നോട് പറയാറുണ്ട്, അവിടെ DYFI ഉണ്ടാക്കിയ നിങ്ങളാണ്, അതിൽ സംശയമില്ല എന്ന് പറയാം. ഇപ്പോൾ എൻ്റെ പിന്നെ ഹാരിസ്, എൻ്റെ സുഹൃത്ത്, ഹാരിസിൻ്റെ ഉപ്പ എൻ്റെ സുഹൃത്ത്, അതായത് എൻ്റെ പപ്പയുടെ പ്രായമുണ്ട്, മമ്മൂട്ടിയാക്ക. അപ്പോൾ അവരൊക്കെ ഉൾപ്പെടെയുള്ളവർ പറയുന്നവരെന്ന് വെച്ചാൽ പിന്നെ രാജൻ ജോസഫ് അടുത്തൊക്കെ കൂടെ DYFI വളർത്തിയെടുത്തത്, അതിൽ സംശയമൊന്നുമില്ല. കാരണം വെച്ചാൽ അതൊരു പ്രതാപകാലമായിരുന്നു. നമ്മളെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുണ്ട് DYFIയുടെ, ഒടുക്കത്തെ ക്യാമ്പയിനാണ് തരികമാർ. കാരണം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പഞ്ചായത്തിലുള്ള മെമ്പർഷിപ്പിനേക്കാൾ കൂടുതൽ മെമ്പർഷിപ്പ് ഇറക്കണം നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കാതെ ചോദിക്കാറുണ്ട്. എന്നാലും മെമ്പർഷിപ്പ് ക്യാമ്പയിനകത്ത് കോട്ട പൂർത്തീകരിക്കുക. പിന്നെ ഞങ്ങളുടെ അന്ന് യുവതാര എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബ്ലോക്കിനകത്ത് കോട്ട പൂർത്തീകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ഞാൻ വളരെ ശ്രദ്ധ. മെമ്പർഷിപ്പ് ക്യാമ്പയിനകത്തൊക്കെ പിന്നെ കുറേ തട്ടിപ്പുകളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം, അതൊക്കെ പിന്നീട് പറയാം. അത് DYFIയുടെ SF-യുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനകത്ത് കുറേ തട്ടിപ്പുകളുണ്ട്, ഉടായ്പകളുണ്ട്, അതൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾക്കകത്ത് മികവ് വലിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധേയനായി മാറി. അത് കഴിഞ്ഞ് ഞാൻ 96 മേഖലാ സെക്രട്ടറി ആയ ഞാൻ 98 എൻ്റെ ഡിഗ്രി കഴിയുന്നു. ജീവിതത്തിലെ സങ്കീർണമായിട്ടുള്ള സാഹിത്യങ്ങളിലേക്ക് വരുന്നു. പപ്പയുടെ ജോലി നഷ്ടപ്പെട്ടു, അനിയത്തിമാർ പഠിക്കുകയാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ആന്ധ്രയിലേക്ക് പോകേണ്ട, എൻ്റെ കസിൻസിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് സ്ഥിതി ഉണ്ടായി. കസിൻസിൻ്റെ അടുത്തേക്ക് പോയത് അതിനേക്കാൾ വലിയപ്പത്തായി എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ കസിൻസ് രണ്ടുപേരും ഇപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് കേട്ടോ, കോടീശ്വരന്മാരാണ്, എൻ്റെ ആൻറ്റിയുടെ മക്കളാണ്. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ എന്ന് വെച്ചാൽ എന്നും ഈ വെള്ളോടി കമ്പനി ഉണ്ടാവും, അവിടെ നിന്നാണ് ഈ വെള്ളോടി ഞാൻ പഠിക്കുന്നത്. അതുപോട്ടെ, അത് പിന്നെ അന്ന് ജിന്നും ബോഡ്ക്കൊക്കെ ഞാൻ അടിക്കുക. പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഇത് മേടിക്കാൻ തുടങ്ങി, ഈ ക്വാർട്ടറൊക്കെ മേടിക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഈ തെലുങ്കരും അങ്ങോട്ട് വരും. അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, അവിടുത്തെ MLA, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും രഹസ്യ കേന്ദ്രം ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 99 നാട്ടിൽ വന്നിട്ട് കരിക്കൽ കോറി തുടങ്ങുന്നു. കരിക്കൽ തുടങ്ങി പിന്നെ അപ്പോഴും എൻ്റെ മെമ്പർഷിപ്പ്, പാർട്ടി മെമ്പർഷിപ്പ്, ഈ പാർട്ടി സഖാക്കളെ നമുക്ക് ലവി കുറഞ്ഞ സംഖ്യ മതി, അവർ തന്നെ ഈ മെമ്പർഷിപ്പ് റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 98 നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം
നാട്ടിൽ വന്നിട്ട് ഞാൻ കരിങ്കൽ കോറി തുടങ്ങി. 2020 പിന്നെ അടുത്ത സമ്മേളനം. കാരണം 98 ഞാൻ ഒഴിഞ്ഞു പോയതാണ്. എന്നോട് പാർട്ടിക്കാർ ഒഴിഞ്ഞു പോയിരുന്നു എന്നുള്ള അത്രയും പറഞ്ഞതാണ്. 96 സെക്രട്ടറി ആയ ഞാൻ 98 ഒഴിഞ്ഞു പോകുമ്പം എന്നോട് അന്ന് പിന്നെ DYFI നേതാക്കളായിട്ടുള്ള ആൾക്കാർ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞ ജില്ലാ സെക്രട്ടറി അംഗം പിന്നെ ചൗക്കത്താക്ക, അന്ന് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ജനാർദ്ദനേട്ടൻ, ഇവർ DYFI നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞു രാജൻ ഒഴിയരുത്, രാജൻ ഒഴിഞ്ഞു പോകരുത്. ഈ പറഞ്ഞ പിന്നെ ഇയാളും നമ്മളെ നജീബാക്കയും അദ്ദേഹവും പറഞ്ഞു, അഡ്വക്കേറ്റ് നജീബാക്കയും പറഞ്ഞു പിന്നെ രാജൻ ഒഴിയരുത്, രാജൻ മാറരുത്. ഞാൻ പറഞ്ഞു എനിക്ക് മാറിയേ പറ്റുള്ളൂ, കാരണം എനിക്ക് ജീവിതത്തിന് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം. മാർഗം ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് എന്തായാലും ഇവരെ കൊടുക്കത്ത മാർഗം വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട്. കാരണം നജീബാക്കും വ്യക്തിപരമായിട്ട് താല്പര്യം ഉണ്ടാവും, ഷൗക്കത്താക്കും താല്പര്യം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും ഈ പാർട്ടിക്കകത്ത് നടക്കില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായതുകൊണ്ട് 98 എത്രയോ വർഷം മുമ്പ് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒഴിവാകുകയാണ്. അങ്ങനെ ഞാൻ ഖത്തറിൽ പോണേ. ഖത്തറിൽ നിന്ന് തിരിച്ച് 99 വന്നു. ഞാൻ ഈ കരിങ്കൽ കോറി തുടങ്ങി കഴിഞ്ഞിട്ട് 2020 ഇവരെ സമ്മേളനം നടക്കുക. അപ്പോഴും എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് നിലവിലുണ്ട്. സമ്മേളനം നടക്കുന്ന സമയത്ത് അന്ന് എൻ്റെ പിന്നെ പപ്പയുടെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ പൃഥ്വിരാജിൻ്റെ കല്യാണമാണ്, കല്യാണത്തിൻ്റെ നിശ്ചയമാണ്. അതിന് പോയിട്ട് ഞാൻ വരികയാണ്. സെപ്റ്റംബർ മാസത്തിലാണ്. വരുമ്പം എൻ്റെ വേറെ ഒരു കസിൻ്റെ മോൻ ഷെബിൻ മെൻസൺ എന്ന് പറയും. ഇപ്പോൾ സിനിമയിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. പിന്നെ ഒരുപാട് സിനിമകളിൽ ഷെബിൻ മെൻസൺ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അവൻ പിന്നെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ചില സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. റീസെൻ്റായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഫിലിം പ്രൊജക്റ്റുകൾ നിൽക്കുക. അവൻ്റെ അനിയൻ നവീഷ് ബെൻസണും സിനിമ രംഗത്ത് സജീവമാണ്. അപ്പോൾ ഇവന് അന്ന് ചെറിയ കുട്ടിയായി, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത്, എൻ്റെ കൂടെ കുറച്ച് ദിവസം നിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ താല്പര്യമുള്ളതായിരുന്ന കാര്യം. ഇവനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. കല്യാണ നിശ്ചയത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവനെയും കൊണ്ടുപോകുന്നു. ഇവനെയും കൊണ്ടുവന്നിട്ട് ഞാനപ്പം നക്കരുത് DYFIയുടെ മേഖലാ സമ്മേളനമല്ലേ, അവിടെ നിന്ന് കയറാം. പല സുഖാക്കളും അന്ന്, കാരണം അന്നൊക്കെ മൊബൈൽ ഫോൺ പിന്നെ ആയി തുടങ്ങിയിട്ടില്ല. എന്നാലും പല സുഖാക്കളും എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞതാണ്. കാരണം എനിക്ക് 2001 മറ്റോളം ഞാൻ മൊബൈൽ ഫോൺ എടുക്കുന്നത്. 2001 മറ്റാണ് അന്ന് എടുക്കുന്നത്. അതിൽ ഞാൻ ഈ സമ്മേളന സ്ഥലം എന്ന് പറഞ്ഞാൽ 32 സ്കൂളെന്ന് പറയും. തൃക്കലങ്കോട് പിന്നെ 32 UP സ്കൂള്. അവിടെ ചെന്ന് ആദ്യം കുഞ്ഞിനെ അവിടെ ഇരുത്തണമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ജില്ലാ സെക്രട്ടറി മെമ്പറായിട്ടുള്ള ഷൗക്കത്താക്കേൻ്റെ അനിയൻ ഫിറോസിൻ്റെ മറ്റേ നൃത്ത ക്ലാസ് ഉണ്ട്. ഫിറോസ് നൃത്താധ്യാപകനാണ്. ഫിറോസിൻ്റെ അടുത്ത് കൊണ്ടിട്ട് പറഞ്ഞു മോനെ നോക്കണം, ഞാനൊന്ന് സമ്മേളന സ്ഥലത്ത് പോയിട്ട് വരാം. സമ്മേളന സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ഭയങ്കര സ്വീകാര്യത. അത് കഴിഞ്ഞിട്ട് എന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് തൊവ്വൂർ അഷീർക്ക ഇപ്പം പിന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ചിന്തയിലും ഒക്കെ സ്ഥിരമായിട്ടിരുന്ന ആളാണ്. ഷുഗർ അസീർക്ക അന്ന് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഷുഗർ അസ്കയും ഈ പറഞ്ഞ പിന്നെ ജില്ലാ നേതാവായിട്ടുള്ള ടോമേട്ടനും അന്ന് ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ഹരിദാസ് മാഷ് ഇപ്പോഴും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. അസീസ്ക്ക് ഇപ്പം മുക്കാസേൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഈ പറഞ്ഞ പിന്നെ ടോമേട്ടൻ ഇപ്പോഴും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ, ഏരിയ സെൻറ്റർ അംഗമാണ്, വണ്ടൂർ ഏരിയ സെൻറ്റർ അംഗം. ഹരിദാസ് മാഷ് മഞ്ചേരി ഏരിയ സെൻറ്റർ അംഗം. അന്ന് ഞങ്ങളെ ഏരിയ ഈ ക്ലാഷ് ആയിട്ടില്ല. മണ്ഡലപൂർവ്വത്തിന് ശേഷമാണ് അത് മാറ്റം വരുന്നത്. ഇവർ പുറത്തേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു രാജൻ മേഖലാ സെക്രട്ടറി സ്ഥാനത്ത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാർട്ടി നേതാക്കന്മാർ ഇടപെട്ടിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഒരു മത്സരം ഉണ്ടായില്ല. 2020 തൊട്ട് 2022 വരെ ഞാൻ ആ സ്ഥാനത്ത് തുടങ്ങും. അത് ഞാൻ ആദ്യം ചെയ്തത് 2020 ഞാൻ വീണ്ടും ഈ 2096 സെക്രട്ടറി ആകുമ്പോൾ തന്നെ എൻ്റെ കൂടെ പ്രസിഡൻ്റാക്കിയത് അനിലേട്ടനെയാണ്. കമ്പര അനിലേട്ടൻ ഞങ്ങൾ വിളിക്കുക, അനിലേട്ടനെയാണ്. അനിലേട്ടൻ അന്ന് പാർട്ടി LC മെമ്പറാണ്, പിന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, പിന്നെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ഒക്കെയാണ്. ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയിട്ടാണ് മൂപ്പരെ പ്രസിഡൻ്റാക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് കാരണം മൂപ്പരെ കൂടെ കുറച്ച് കാലം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മൂപ്പർക്ക് ഓക്കെ അല്ല, ടൈം ഓക്കെ അല്ല. പിന്നെ അന്നത്തെ DYFI ഒക്കെ അവിടെ കുളമായി കിടക്കുക. അപ്പോൾ വേണുവിനെ ആ സ്ഥാനത്തേക്ക് വേണുമാഷെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത് ഞാനാണ്, പാർട്ടി മേൽ കമ്മിറ്റിയോട് ആലോചിക്കാതെ. ഇത് കഴിഞ്ഞിട്ട് ഈ പിന്നെ
98 എന്നെ അല്ല 2000 എന്നെ വീണ്ടും കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം, ഷാഫി പ്രസിഡന്റ് ആവേണ്ട, ഷാഫി ഗൾഫിൽ പോകാൻ നിൽക്കുക, പള്ളിപ്പുറം ഷാഫിയാണ് പ്രസിഡന്റ് ആക്കുന്നത് ഇവർ. അപ്പോൾ ഇവർ ബ്ലോക്ക് കമ്മിറ്റി പറയുകയാണ് അല്ലാതെ തീരുമാനിക്കണേ, ഞങ്ങൾ പാർട്ടിയാണ്, കേന്ദ്രീകൃത ജനാധിപത്യമാണ്. ഷാഫി 2 മാസം കൊണ്ട് ഗൾഫിക്ക് പോയി. ഷാഫി ഗൾഫിക്ക് പോയതിൻ്റെ അടുത്ത ദിവസം ഞാൻ എന്തായിട്ട് വില്ലേജ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ ഈ മധുവേട്ടനെ പ്രസിഡൻ്റാക്കി. മധുവേട്ടൻ അന്ന് യൂണിറ്റ് പ്രസിഡൻ്റാണ്. മധുവേട്ടനത് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. മധുവേട്ടൻ എപ്പോഴും പാർട്ടി ഏരിയ കമ്മിറ്റിയാണ്. അതിന് പിന്നീട് ബ്ലോക്ക് കമ്മിറ്റിയിൽ ഭയങ്കര ചോദ്യം ചോദിക്കലൊക്കെ വന്നു. സംഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് രാജോസ് നടത്തിയത്. ഞാൻ പറഞ്ഞു ഞാൻ ഈ നിയോഗം നടത്തുന്നതാണ്. ഇങ്ങനെയാണ് ഈ പാർട്ടിയോട് ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കാരണം ഇവരുടെ ഈ സംഘടനാ കേന്ദ്രീകൃത ജനാധിപത്യം, സംഘടനാ വിരുദ്ധം എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഏറ്റവും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ആ ലോജിക്കലായിട്ടുള്ള കാര്യം ചെയ്യാതെ പോകുന്നതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ 2022 വീണ്ടും ഞാൻ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ സമയത്ത് ഞാൻ സെക്രട്ടറി ആവാൻ താല്പര്യം പഠിച്ചില്ല. ഞാൻ മധുവേട്ടനെ സെക്രട്ടറി ആക്കാം, വേറെ ആരെങ്കിലും പ്രസിഡന്റ് ആക്കാമെന്നൊക്കെ കരുതിയിരിക്കുന്നു. അപ്പം എന്ന് വെച്ചാൽ എനിക്കെതിരെ MA ജലീൽ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഈ പ്രാവശ്യം ഞാൻ അവിടെ നാട്ടിൽ പോയപ്പോൾ എന്നോട് ഒരു മനുഷ്യത്വത്തോടു കൂടിയിട്ട് പെരുമാറാതിരുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട്. പുള്ളിയെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിയുടെ മോൻ എനിക്കെതിരെ ഫേസ്ബുക്കിൽ വളരെ മോശപ്പെട്ട പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ഭയങ്കര രൂക്ഷമായിട്ടുള്ള മറുപടി കൊടുത്തു. പിന്നെ പുള്ളിയുടെ മരുമകൻ മുനീർ പിന്നെ NDFൻ്റെ പ്രവർത്തകനാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള രൂക്ഷമായിട്ടുള്ള ചില മറുപടികൾ കൊടുത്തു. പക്ഷേ എനിക്ക് ജലീൽ കൈ എൻ്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറാതിരുന്നപ്പം ഞാൻ ജലീലിനോട് പറഞ്ഞ വാക്കുണ്ട്, ജലീൽ നാളെ ഇജോ ഞാനോ ആരാ ഉണ്ടാകുകയെന്ന് പറയാൻ പറ്റില്ല. എന്നെക്കാൾ പ്രായത്തിന് മൂത്തതാണ്. പക്ഷെ ഈ ജലീൽ 2022 സമ്മേളനത്തിൽ ജലീൽ വരുന്ന വരവ് എങ്ങനെയാണെന്ന് വെച്ചറിയോ? ഇവർ ഈ സമ്മേളനം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. രാജ് ജോസഫിനെ വെട്ടുക. തൃക്കലങ്ങോടാണ്. അന്ന് ആ നാട്ടിൽ ആകെ ഒരു CPMനകത്തൊരു ക്രിസ്ത്യൻ നാമധാരിയായ ഒരാൾ, ജോസഫ് എന്നുള്ള വാലുള്ള ഒരാൾ ഞാനാണ്. പക്ഷേ എന്നെ അങ്ങനെ കൊട്ടാൻ പറ്റുമോ? ഞാനിതിനകത്ത് പണിയെടുത്തതല്ലേ കുറേ കാലം. ഞാനിതിനകത്തുള്ള അടുത്തിട്ടുള്ള സഹാക്കളുടെ ബന്ധമുള്ളതല്ലേ. അപ്പോൾ ഇവർ പിന്നെ ഒരു പ്ലാൻ ചെയ്തു. അപ്പം നമ്മളൊരു പ്ലാൻ ചെയ്തു. നമ്മൾ ഈ പിന്നെ 10-15 യൂണിറ്റ് ഉണ്ട്, 14 യൂണിറ്റോ 15 യൂണിറ്റ് അറ്റൻഡ്. അപ്പോൾ 100 മെമ്പർഷിപ്പ് വരെയുള്ള യൂണിറ്റുകൾക്ക് 10 പ്രതിനിധികൾ, 100-ലേറെ മെമ്പർഷിപ്പുള്ള യൂണിറ്റുകൾക്ക് 15 പ്രതിനിധികൾ എന്നുള്ളത് തീരുമാനിച്ചു. അപ്പോൾ ഇവർക്ക് 450 മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇവരെ യൂണിറ്റ് കമ്മിറ്റി പോയിട്ട് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ തന്നെ നേരിട്ട് പോകേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഞാനും പോയി, പ്രസിഡന്റ് പോയി, ഒക്കെ പോയി, മധുവേട്ടനും പോയി. അതിലിവർ തിരിച്ചു ഉന്നയിക്കുക. കാരണം വെച്ചാൽ ആ യൂണിറ്റ് കമ്മിറ്റിയുടെ ജലീലിനെ കയ്യിലെടുത്തു. ജലീലിന് അന്ന് രാജൻ ജോസഫിനെ ആൻറ്റി ഇസ്ലാമിക്കായിട്ട് മാറ്റി. അങ്ങനെ ചെയ്തത് അവിടെ ഒരു ഇസ്ലാമിക് ടെററിസത്തിൻ്റെ തുടക്കം അവിടെ നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് എഴുതുന്നത്. പക്ഷേ അന്ന് ജലീലിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടിരുന്ന ജംഷാദും അതേപോലെ തന്നെ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം, ഷംസീറും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ എൻ്റെ അനിയന്മാരാ. ശ്രീനാഥ്, ഇവരെല്ലാം എന്ന് വെച്ചാൽ രാജ് ജോസഫിനെ ആൻറ്റി ഇസ്ലാമിക്കാണ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള ഇതൊരു ധാരണ വരുത്തി. അങ്ങനെ ആ ഗ്രൂപ്പ് പിന്നെ യൂണിറ്റ് സമ്മേളനത്തിനകത്ത് ഇവർ പറഞ്ഞു 100 പ്രതിനിധികളുള്ള യൂണിറ്റിന് 100 പിന്നെ 100 മെമ്പർഷിപ്പുള്ള യൂണിറ്റിന് 10 പ്രതിനിധികളാണെങ്കിൽ 400 മെമ്പർഷിപ്പുള്ള ഞങ്ങൾക്ക് 45 പ്രതിനിധികളെ വേണമെന്നാണ്. ഞാൻ പറഞ്ഞു നടക്കൂല എന്ന് പറഞ്ഞു. ഇത് മേഖലാ കമ്മിറ്റിയുടെ തീരുമാനമാണ്. മേളിലുള്ള കമ്മിറ്റിയുടെ പിന്നെ അനുവാദത്തോട് വിട്ട് നടപ്പാക്കുന്നതാണ്. അങ്ങനെ എണ്ണം നോക്കിയിട്ടൊന്നും തരാൻ കഴിയില്ല എന്നാണ്. എന്നിട്ട് ഇവർ എന്തറിയോ, നമുക്കെന്ന് വെച്ചാൽ മൊത്തം 165 പ്രതിനിധികളാണ്. കാരണം ഇവർക്ക് 15 പ്രതിനിധികളുണ്ട്. അപ്പോൾ ഇവരെ 15 കൂട്ടം ഞാൻ നെഗറ്റീവായിട്ട് കണക്കൂട്ടി. കാരണം ഓരോ നാട്ടിൽ നിന്ന് ഒരു കൂട്ടം കിട്ടാൻ പോകുന്നില്ല. 2020 സമ്മേളനം നടക്കുമ്പോൾ ചെറുവള്ളി എന്ന് പറയുന്ന സമയത്ത് ആമിയൂർ ചെറുവള്ളി, ഇപ്പോൾ അവിടുത്തെ നേതാവ് ഒന്ന് സുലൈമാനാണ്, പിന്നെ കോയക്കുട്ടിയൊക്കെയാണ്. ആ ചെറുപള്ളി സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ പ്രതിനിധികളുടെ മൊത്തം എല്ലാ ലിസ്റ്റും യൂണിറ്റിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു.
പാർട്ടി സമ്മേളനത്തിൻ്റെ ഒരു സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ അതേ ലെവലിൽ നമ്മൾ നടത്തണേ. ഓരോ യൂണിറ്റ് കമ്മിറ്റി ലിസ്റ്റ് നടത്തുമായിരുന്നു. ആ ലിസ്റ്റിൽ നിന്ന് ഔട്ടായ ഒരാൾ വന്നാലും അംഗീകരിക്കില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ലിസ്റ്റ് നേരത്തെ ഫുൾ ഔട്ട് ചെയ്തു. ആ സമയത്ത് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഷൗക്കത്താക്ക് എന്നോട് പറഞ്ഞു, പിന്നെ ഇതൊന്ന് കോംപ്രമൈസ് ചെയ്യണം, ജലീലിനെ ഒന്ന് പിന്നെ മേഖലാ കമ്മിറ്റിക്ക് എടുത്താൽ മതി, എന്നാൽ പിന്നെ ഓൻ്റെ പ്രശ്നം തീരുമല്ലോ. ഞാൻ പറഞ്ഞു, ഷൗക്കത്താക്ക് എന്തിനാണ് ഓനെ എടുക്കണേ? ഞാൻ എടുക്കാൻ തയ്യാറല്ല, ഓരോ വേണമെങ്കിൽ മത്സരിക്കാൻ പറയും. അപ്പം എന്നോട് പറഞ്ഞു, മത്സരിച്ചാൽ ഒരു വലിയ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ജലീലിനെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, സ്നേഹിക്കുന്ന ആളാണ്. പക്ഷേ ഇമാതിരി കളി കളിച്ചിട്ട് വരാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, ഞാൻ പിന്നെ പാനലിനകത്ത് ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് സമ്മേളനത്തേക്ക് ജലീൽ വരവുണ്ട്. ജലീൽ വന്ന വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലീലും 14 പേരും ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടന്നു വരിക രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. നമ്മളാണെങ്കിൽ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ഇല്ലാതെ ഈ പരിപാടിയിൽ ആളെ ഉള്ളിൽ കയറ്റില്ല എന്നുള്ള തീരുമാനത്തിലാണ്. ജലീൽ കയറി ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ജലീൽ ഈ സമ്മേളനം പിടിച്ചടക്കുന്നില്ല, രാജ് ജോസഫിനെ തോപ്പിച്ച് ബദൽ പാനലിൽ വെച്ച് ജയിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്കപ്പോഴും ശരിയാ വരുന്നത്. ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോ സീട്ടും വിളിച്ചൊക്കെ ഇരുന്നായിട്ട് നമ്മളൊക്കെ ഇരിക്കുകയാണ്, ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും വർത്താനം പറയും എന്നുള്ള രീതിയിലാക്കണം. കാരണം വെച്ചാൽ ഞാൻ എല്ലാ പണിയെടുത്തിരുന്നു. ഞാൻ പിന്നെ ഞങ്ങളുടെ ഈ മറ്റേ പ്രൊസീഡിയം എന്ന് പറയും, സംഘടനാ സംവിധാനത്തിനകത്ത് CPM-നകത്ത് പ്രൊസീഡിയത്തിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, അല്ല പ്രൊസീഡിയത്തിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ആരെയൊക്കെ ആദ്യം ചർച്ചയ്ക്ക് വിളിക്കണം, ആദ്യം നെഗറ്റീവ് ചർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പിന്തുടർന്നിട്ടാണ് പിന്നീടുള്ള ചർച്ച ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് അത് പ്രൊസീഡിയം കമ്മിറ്റി നേരത്തെ തീരുമാനിച്ചു. പ്രൊസീഡിയം കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് നേരത്തെ വിവരം കൊടുത്തു, ഇന്ന പണിയാണെങ്കിൽ എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. പിന്നെ മിനിറ്റ്സ് കമ്മിറ്റിക്ക് വേണ്ട റിപ്പോർട്ട് കൊടുത്തു. എല്ലാ ടീമിനെയും ഞാനെൻ്റെ കയ്യിലെടുത്തു. മൊത്തം എല്ലാം സംഘടനയെ മുഴുവൻ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് പോയി. അതെന്താ വെച്ചാൽ എൻ്റെ വ്യക്തിപരമായ താല്പര്യമായിരുന്നില്ല, എൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധമായിരുന്നു, അല്ലാതെ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നത് തോന്നിയാസമല്ല. അതിൽ ജലീലൊക്കെ വന്നിട്ട് സമ്മേളനത്തിൽ ഇരുന്നിട്ട് ജലീൽ ആദ്യത്തെ ചർച്ച എനിക്ക് അനുകൂലമാണ്. കാരണം അത് ഞാൻ പ്ലാൻ ചെയ്തതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആമീർ ബാലനാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചർച്ച എനിക്ക് അനുകൂലം വന്ന് രണ്ടാമത്തെ ചർച്ച ഇവരെ വിളിച്ചു. രണ്ടാമത്തെ ചർച്ച എനിക്കെതിരാണ്, ജലീലിൻ്റെ ടീമാണ്. മൂന്നാമത്തെ ചർച്ച എനിക്ക് അനുകൂലം, നാലാമത്തെ ചർച്ച എനിക്ക് അനുകൂലം. പിന്നെ ഇവർക്ക് ഒരു ചർച്ചയും കൂടെ ഉണ്ടായിരുന്നു, അഞ്ചാമത്തെ ആറാമത്തെ ചർച്ച. ഇതിനൊരു വിലയില്ലാതായിപ്പോയി. കാരണം സഖാവ് രാജ് ജോസഫിന് ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച സഖാക്കളെ സമ്മേളനത്തിലുണ്ടായിരുന്നു, ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അതിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ആ സമ്മേളനത്തിൽ വീണ്ടും DYFലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് 2004 2004 ഞാൻ സ്വമേധയെ ഒഴിമാറുക. അപ്പോൾ എന്നെ ബ്ലോക്ക് ലീഡർഷിപ്പിലോട്ട് നല്ലെടുത്തുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 2004 സമ്മേളനത്തിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള പിന്നെ DYFയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്ന ഒരു പെൺസുഹൃത്താണ്. അവൾക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇവർക്കെന്തോ സംശയം തോന്നി. അതിന് അന്ന് DYFയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പറായിരുന്ന VP അനിൽകുമാർ എന്നോട് കാണണമെന്ന് പറഞ്ഞു. കണ്ടു എന്നോട്. പക്ഷേ പുള്ളി സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. പുള്ളി പിന്നീട് എൻ്റെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹത്തിന് വരെ വന്നിട്ടുണ്ട്. ഇവർ വിളിച്ചു പറഞ്ഞു, ഇനി വിളിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, അവളെ എന്നെ വിളിച്ചാൽ ഇനി ഞാൻ വിളിക്കുന്നതാണ്. സാധ്യത നല്ല പെൺകുട്ടിയാണ്. അവൾ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ അറിയപ്പെടേണ്ട ആളാണ്. തമാശ പറഞ്ഞതാ. തമാശ നമ്മൾ ആണുങ്ങൾ തമ്മിൽ മാത്രമല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊക്കെ പറയാൻ പറ്റില്ലേ? തമാശ പറഞ്ഞത് ഇവർ, കാരണം ഇവളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, ഇവളെ പോഡിയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവളെ ഫോൺ ടേബിളിൽ ഉണ്ടായിരുന്നു. ഇവരാണ് ഫോണെടുത്ത്. അതിനകത്ത് ഇപ്പം ജില്ലാ സെക്രട്ടറി അങ്ങനെയുള്ള ഒരാൾക്ക് പങ്കുമുണ്ട്. അത് വലിയ വിവാദമാക്കിയതിൽ അതിന് ആ കുട്ടിയെ ഒരുപാട് നിരപരാധിയായ ഒരു പെങ്കൊച്ചിനെയും കൂടി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവൾ പിന്നീട് എന്നെ വിളിക്കുന്നത് 2008 അത് ഇപ്പം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള PK സൈനപ്പയുടെ അനിയൻ PK മുഹമ്മദ് ഹാനിയുടെ ഫോണിലാണ് എന്നെ വിളിക്കുന്നത്.
മമ്മാലൊക്കെ പറഞ്ഞു നിനക്ക് വിളിച്ചിട്ട് ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തടി ഇത് 2 കൊല്ലമായിട്ട് നീ വിളിച്ചിട്ടില്ലല്ലോ, നിൻ്റെ പാർട്ടിക്കാരൻ എങ്ങനെ ദ്രോഹിക്കും ചെയ്തില്ലെന്ന് ചോദിച്ചാൽ പാർട്ടിക്കാർ ദ്രോഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പാർട്ടിയുടെ തീരുമാനപ്രകാരം പാർട്ടി അറിയിക്കുകയാണ് എന്നോട്, രാജൻ മത്സരിക്കരുത്, രാജനെ ഇത്തവണ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന്. ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞു രാജൻ ജോസഫ് ഇല്ലാത്തൊരു ബ്ലോക്ക് കമ്മിറ്റി എന്തിനാണെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. മത്സരിച്ചാൽ ജയിക്കാനൊക്കെ പറ്റുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ DYFI നിന്ന് ദ്രോഹങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ തന്നെയാണ് DYFI നിന്ന് പോകുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഇത് ഈ സംഘടന എന്ന് ജനാധിപത്യപരമല്ല പണ്ട് തൊട്ടേ എന്നുള്ളത് തിരിച്ചറിവ് ഇപ്പോൾ ഉള്ള പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണം. ഇതൊന്നും ഒരു ഡെമോക്രസി അവിടെ ഇല്ല. എന്ത് ഡെമോക്രസിയുള്ളേ? ഞാനൊക്കെ ജീവൻ തികച്ച് ജീവിച്ചതാണ് DYFIക്ക് വേണ്ടിയിട്ട്. എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരൻ, അവന് വേണ്ടിയിട്ട് ആമീറുള്ള അവന് വേണ്ടിയിട്ട് അവനെ കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരെ, ലത്തീഫ് എന്ന് പറയുന്ന ആൾക്കാരെ തിരിച്ചു കൊല്ലുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ആളാണ് ഒരു ഘട്ടത്തിൽ. ചെറിയ പ്രായത്തിൽ തോന്നിയ പൊട്ട ബുദ്ധിയാണ്. അപ്പം അത്രത്തോളം ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള നമ്മളെയൊക്കെ വഞ്ചിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഇനി പോകാൻ തയ്യാറില്ല. അതങ്ങോട്ട് പറയാം. ഓക്കെ.